എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത്. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും ചെറുപയർ കറിയാണ്. അപ്പോൾ ഇതാ ചെറുപയർ കറി അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പുട്ടിതാ ഞാൻ റെഡിയാക്കാനായിട്ട് പോവാണ്. ഇത്തവണ ഞങ്ങൾ വാങ്ങിച്ച പുട്ടുപൊടി അത്ര നന്നില്ലാത്തതായിരുന്നേ. പുട്ടിന് പൊടിക്കാറുണ്ട്, പക്ഷേ ഇപ്പൊ പൊടിച്ചത് കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അത്ര നന്നില്ലാത്തതാണ്. ഇവിടെ ഞങ്ങൾ 3 പേർക്കുമാണ് പുട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അമ്മ ഗോതമ്പിന്റെ പുട്ടാണ് കഴിക്കാറ് രാവിലെ എപ്പോഴും. ഞാനിത് എടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് അമ്മ രണ്ടാമതും കുറച്ചിട്ട് തന്നിട്ടുണ്ട്. കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. പുതുതായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമന്റ്സും എന്നെ അറിയിക്കാൻ വിട്ടുപോകണ്ട. നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ സ്ഥിരമായിട്ട് കമന്റ്സ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അതിൻ്റെ വിന്നറെ നമ്മൾ ഷോർട്സ് വഴി എടുക്കുന്നതായിരിക്കുമേ. മക്കൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ പുട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കലാണ്. അമ്മ തുണി കഴുകാനായിട്ട് പോയിട്ടുണ്ട്. അച്ഛൻ ഇന്ന് രാവിലെ പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ രാവിലെ ചായ ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും മക്കൾക്കും ഉള്ളത് മാത്രമേ ഉണ്ടാക്കിയാൽ മതി. ചെറുപയർ കറി ഇതാ അമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചക്കേക്കുള്ള ചോറ് ഇപ്പോൾ റൈസ് കുക്കറിലേക്ക് തന്നെ ആയതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. അത് അവിടെ നിന്ന് അങ്ങനെ ആയിക്കോളും. എവിടേക്കെങ്കിലും പോവേണ്ട ദിവസമാണെങ്കിൽ ഞങ്ങൾ റൈസ് കുക്കറിൽ രാത്രി അരിയിട്ട് വെക്കുക. ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മ റൈസ് കുക്കറിലേക്ക് അരിയിട്ട് വെക്കുകയാണ് ചെയ്യാറ്. അതിൻ്റെ ഇടയിൽ ഇത് അമ്മ ചെറുപയർ കറിക്കൊന്ന് വറുത്തിട്ടിട്ടുണ്ട്. ഇന്ന് ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ചോറും കറിയൊക്കെ പതുക്കെ ആക്കിയാൽ മതി, ഒരു തിരക്കില്ല. അപ്പം ഞാൻ എന്താ പല്ല് തേക്കാനായിട്ട് പോവാണേ. വയലിലെ വെള്ളത്തിൽ കുളിക്കാൻ പോയിട്ട് മുടി ഒരു മാതിരി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്നലെ ഇതാ ഷാമ്പു ഇട്ടിട്ടാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത്. ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ മുടി ഒരുപാട് അങ്ങ് പാറി നടക്കുന്നത് എനിക്കിഷ്ടമല്ലേ. ഞാനിത് ചെറുതായിട്ടൊന്ന് സിറോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആൻലിക്ക് പോവേണ്ട ദിവസമാണെങ്കിൽ കച്ചു നേരത്തെ എഴുന്നേക്കുക. ആൻലിക്ക് ലീവാണ്, അതുകൊണ്ട് കച്ചു നല്ല ഉറക്കത്തിലാണ് കേട്ടോ. രണ്ടുപേരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ റോഡിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ എന്താ ഗേറ്റ് ഒന്ന് അടച്ചിടുന്നുണ്ട്. കച്ചു ജനിച്ചതിന് ശേഷമാണ് ശരിക്കും ഈ ഗേറ്റ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത്. കച്ചു ഏത് സമയം ഇതിന്റെ ചോട്ടിൽ തന്നെ ആയിരിക്കും. ഇതില്ലാതൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. കാരണം കച്ചു ഒന്ന് ഗേറ്റ് തുറന്നിട്ട് കണ്ട നേരെ റോഡിലേക്ക് ഓടും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂൾസ് പ്രകാരം പുറത്ത് ആരാണോ പോകുന്നത് അവർ ഗേറ്റ് അടക്കണം എന്നാണ്. അപ്പോൾ ഇതാ കച്ചു ഹാജർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി മൊത്തം എന്നെ ഉറങ്ങാനായിട്ടേ വിട്ടിട്ടുണ്ടായില്ല. മാമിയുണ്ട് സൈഡിൽ സംസാരിക്കാനായിട്ട് നിന്നിട്ട്. ആ കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നലെ രാത്രി മൊത്തം ആള് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഉറങ്ങുമ്പോൾ ഞാൻ എടുത്ത് കിടത്തുമ്പോഴേക്കും അവൾ എഴുന്നേറ്റ് കരയും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ ഉറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ലേ. ആൻലിക്കുട്ടിക്ക് ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ എന്തായാലും നല്ലോണം ഉറങ്ങണം എന്ന് വിചാരിക്കുവേ. പക്ഷെ അപ്പോഴേക്കും കച്ചു എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് വരും. സിറ്റ് ഔട്ടിൽ ആകെ പൂച്ച കിടന്നിട്ട് അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചെടുക്കാനായിട്ട് പോവാണേ. എന്നാൽ നാട്ടിലുള്ള പൂച്ച മൊത്തം നമ്മളെ വീട്ടിലാണല്ലോ ഭഗവാനെ. ആ ഒരു സങ്കടമുള്ളൂ കേട്ടോ. പൂച്ച എപ്പം നോക്കിയാലും ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ഭാഗം വിടാറില്ല കേട്ടോ. ഇപ്പൊ മാറ്റ് എടുത്തിട്ട് അകത്തിടുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. ആൻലിക്കുട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആൻലിയും ആൻലിന്റെ കൂട്ടുകാരൊക്കെ കൂടി ഇതാ ഇവിടെ ഇരുന്നിട്ടാണ് കളിക്കുക. 2 ദിവസം മുന്നേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നേ. വാട്ടർ കളർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടൈല് മൊത്തം വാട്ടർ കളറായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അതിന് നല്ല വഴക്ക് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മേന്റെ കയ്യിൽ നിന്ന്. പെയിന്റ് ചെറിയ രീതിയിലൊരു ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് അത്രയേ ആയുള്ളൂ. 1 മാസം കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ ഇത് ആൻലിയുടെ ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി എല്ലാവരും അടിയും പിടിയും ഇടയ്ക്കൊരു കരച്ചിലും കളിയും ഒക്കെ ഉണ്ടാവും. ഇനി കുറെ നേരത്തേക്ക് എനിക്ക് ഇവരെ പരാതി തീർക്കാനേ സമയം ഉണ്ടാവുമേ. ആൻലിക്ക് വായുതൊരാണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ ആൻലിക്ക് ഒരു ലോഡ് പരാതിയും ഉണ്ടാവുമേ. കിച്ചണിലെ പരിപാടികളൊന്നും നോക്കാതുകൊണ്ട് തന്നെ അമ്മ ഇത് ഇവിടെ കുറച്ചു നേരം വന്ന് വിശ്രമിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നുണ്ട്. എത്രത്തോളം ഉപകാരമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. ഇതൊക്കെ എവിടെ പോയി കൊണ്ടേ കളയും ഈ ഒരു പരിപാടി ഇല്ലെങ്കിലല്ലേ. മഴയായതുകൊണ്ട് പേപ്പർ അപ്പാടപ്പാട് കത്തിക്കാറാണ് ഞങ്ങളെ.
വെള്ളിയാഴ്ച വൈകുന്നേരം ആൻലിക്കുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ക്ലേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് എന്നെ അത് വാങ്ങിപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലേ വെച്ച് കളിക്കുമ്പോൾ കച്ചു നല്ല കരച്ചിലായി ക്ലേ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതാ കച്ചിന് ഗോതമ്പ് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾ നല്ല കളിയിലാണ്. പിന്നെ ഞാനിതാ കച്ചുവിനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. തലേ ദിവസം കച്ചു ഇതാ നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ടായിരുന്നേ. അതിതാ ഐ ഷാഡോ ആയിട്ടും റോസ് പൗഡറും ഒക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവളെ മെയിൻ പരിപാടി എന്താണോ ഞാൻ ചെയ്യുന്നത് അത് കോർത്തെടുക്കലാണല്ലോ. അതിന് ഇപ്പൊ എങ്ങനെ ഞാൻ ഇന്ന് കളഞ്ഞെടുക്കുന്നു എനിക്കറിയില്ലേ. പിന്നെ ഇതാ ഇന്ന് സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസ് ആക്കാന്നൊക്കെ കരുതുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ആക്കാന്ന് കരുതുന്നുണ്ടെങ്കിലും അതങ്ങനെയായി തീരണമെന്നില്ലേ. രാവിലത്തെ യുദ്ധം കഴിഞ്ഞ് അടുക്കളയൊന്നും ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി എല്ലാ പണികളും കഴിഞ്ഞിട്ടാവാന്ന് കരുതി ഫ്രൈഡ് റൈസ് സെറ്റാക്കേണ്ട വീഡിയോസൊക്കെ കണ്ട് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആയി വരുമ്പോൾ അതങ്ങനെ ആവുമോയെന്നറിയില്ല. ഒരു 2-3 ആഴ്ച മുതലേ പ്ലാൻ ചെയ്യുന്ന ആയതുകൊണ്ട് അരിയൊക്കെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കച്ചുവിന് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻലിക്കുട്ടിക്ക് പിന്നെ ഞാൻ ബിരിയാണി ആയാലും ചോറായാലും എന്ത് സ്പെഷ്യലാക്കിയാലും അവൾക്ക് ഒരുപോലെയാണ് കേട്ടോ. ജീവിക്കാൻ വേണ്ടിയുള്ളത് കഴിക്കും, അത്രയേ ഉള്ളൂ. ഇനി എന്ത് സ്പെഷ്യലാക്കിയാലും അവൾ കഴിക്കേണ്ടതേ അവൾ കഴിക്കും. കച്ചു ആവുന്നതിന് മുന്നേ വരെ ഞാൻ അവളെ നടന്ന് തിന്നിക്കലായിരുന്നേ. ഇപ്പം എനിക്ക് അതിനുള്ള സമയമില്ല എന്നല്ല, അതിനോട് എന്തോ ഒരു മടുപ്പ് പോലെയായി. പിന്നാലെ നടന്ന് കഴിപ്പിക്കലേ. പിന്നെ ഓരോ വീഡിയോസിലൊക്കെ കാണാൻ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല, അവര് കഴിക്കുന്ന സമയത്ത് കഴിച്ചോട്ടെ. ഇപ്പം ഞാൻ ആ ഒരു രീതിയാണ്. ഞാനിതാ അരിയൊക്കെ കഴുകി കുക്കറിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് വേവുന്ന സമയം കൊണ്ട് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് കരുതി. അപ്പം നമുക്ക് കിച്ചൺ ക്ലീനിങ്ങിലേക്ക് കിടക്കേ. ആൻലിക്കുട്ടിയുള്ള ദിവസം കച്ചുവിനെ എനിക്ക് ചില സമയങ്ങളിൽ പോയി നോക്കിയാൽ മതിയാവേ. ആൻലി വീട്ടിലില്ലാത്ത ദിവസമാണെങ്കിൽ കച്ചുവിന് നല്ല വാശിയായിരിക്കും. അപ്പോൾ അവളെ പിന്നാലെ നടന്ന് അവളെ നോക്കേണ്ടതാണ്. കളിക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള പരിപാടിയാണ് അവൾ ഈ വാശി പിടിക്കുന്നതാണെങ്കിൽ എൻ്റെ സാധനങ്ങൾക്കായിരിക്കും. ഒന്നെങ്കിൽ നെയിൽ പോളിഷ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്, ഇങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങൾക്ക് മാത്രമേ അവളെ വാശി പിടിച്ച് കരയാറുള്ളൂ. നമ്മുടെ ഈ മസാല ബോക്സിലെ മസാലകളൊക്കെ ഉണ്ടല്ലോ, തണുപ്പായതുകൊണ്ടാണെന്നറിയില്ല ആകെ പൂപ്പൽ വന്ന് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതൊന്ന് മൊത്തം ഒന്ന് കഴുകി എടുക്കാനായിട്ട് പോവാണ്. ഗ്രാമ്പൂവിന് മാത്രം വലിയ കേട് സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മസാല ബോക്സിലുണ്ടല്ലോ ഉപ്പ് പോലുള്ള സംഭവങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോസ് കണ്ടായിരുന്നേ. ഈ മസാല ബോക്സിലല്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെയുള്ള പൊടികളിലൊന്നിച്ച് നമ്മൾ ഉപ്പ് വെക്കുമല്ലോ, അങ്ങനെ ഉപ്പ് വെക്കാൻ പാടില്ലെന്നേ. പെട്ടെന്ന് മറ്റുള്ളതും ചീത്തയായി പോകുന്നൊരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് എപ്പോഴും ഈർപ്പുള്ളതാവില്ലേ, അതായിരിക്കാം അങ്ങനെ പറയുന്നത്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ അവരെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. ഇന്നിതാ ചെമ്മീനും നത്തലും കിട്ടിയിട്ടുണ്ട്. അമ്മ ഇതാ മീൻ മുറിക്കാനായിട്ട് പോവാൻ നോക്കുവാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ച അരിയുടെ മിസ്റ്റേക്കാണെന്ന് അറിയില്ലേ, ഈ അരി നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അതുകൊണ്ട് ഞാനിതാ മുട്ടയൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്ത് സ്പെഷ്യലാക്കിയാലും അച്ഛന് ചോറിനോടാണ് താല്പര്യം. അപ്പോൾ ഇത് അമ്മ മീൻകറിയും ചോറും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിള്ളേരെ വിട്ടിട്ട് ഒന്ന് മാമീൻ്റെ കയ്യിൽ നിന്ന് കുരുമുളക് പൊടി വാങ്ങിക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കൊണ്ടു തന്നത് കേട്ടോ. ഞാനിത് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണേ. അതിൻ്റെ ഇടയിൽ ഇതാ അമ്മ മീൻകറിക്കുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത വെജിറ്റബിൾസിലേക്ക് ഞാൻ എന്താ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കാൻ വിട്ടുപോകരുതേ. അടുത്ത തവണ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടാണ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിലും അതും പ്രത്യേകം കമൻറ്റ് ചെയ്തേക്കണേ. റോസ്റ്റ് ചെയ്ത വെജിറ്റബിൾസിലേക്ക് ഞാൻ നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ സോസുകളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പിള്ളേരും സെറ്റൊക്കെ നേരത്തെ ഹാജരായിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ചേച്ചി വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരം അവളോട് കത്തിവെക്കലായി. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതാ കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്തിട്ട് പിള്ളേർക്കൊന്ന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് ഒരു ഒത്തൊരുമേൽ ഇതാ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എന്താ ആലിക്കുട്ടിയും കച്ചൂനും കൊടുത്ത് ഞാനും കഴിക്കലായേ. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇത്രയും ടേസ്റ്റിൽ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായില്ല. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അമ്മയും ഫുഡ് കഴിക്കുന്നുണ്ട്. അമ്മ വളഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനിതാ വഴക്ക് പറഞ്ഞപ്പോൾ അമ്മ ശരിയായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആലിക്കുട്ടിക്ക് ഇപ്പോൾ എവിടെ പോയാലും കളറിംഗ് ബുക്ക് മാത്രമേ ചെയ്യണ്ടൂ. അവൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അവൾക്ക് സാധിച്ചു കൊടുക്കാറുണ്ട്. രാവിലെ രണ്ടിനെയും കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടികളാക്കി നിർത്തിയതാണ്. ഇപ്പോൾ ഇതാ ഒരു മുടിയുടെ കെട്ടുപോലും ഇല്ലേ. ആൻലിക്കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെ സ്പൂൺ വെച്ചൊക്കെ കോരിക്കൊടുത്താലേ കുറച്ച് വയറ്റിലോട്ട് എത്തും. എന്നാൽ പോലും കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. തിരക്കൊക്കെ കഴിഞ്ഞ് എന്താ ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങും ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കിച്ചണിലെ പരിപാടികളും ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചക്ക് അമ്മക്ക് അമ്പലത്തിലോട്ട് പോകേണ്ടതുകൊണ്ട് അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മക്കിന്ന് അമ്പലത്തിൽ കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ അമ്പലത്തിലോട്ട് പോയി ഞങ്ങളിതാ കുളത്തിലോട്ട് കുളിക്കാനായിട്ട് പോവുകയാണ്. പിള്ളേരും ടീംസൊക്കെ ഉണ്ട്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടീംസ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നില്ല. കുളം വരുന്നത് വീടിൻ്റെ കുറച്ച് ദൂരെയായിട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വണ്ടീൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ ബൈ, സീ യു.